ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ജർമ്മനിയിൽ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഡെലിവറിക്കായിട്ട് പോകുമ്പോൾ ഡെലിവറിക്ക് മുൻപ് നമ്മൾ എന്തൊക്കെ ഹോസ്പിറ്റൽ ബാഗിൽ പാക്ക് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എൻ്റെ 2 ഡെലിവറിയും ഇവിടുത്തെ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം. ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുക എന്നതിനേക്കാൾ മുൻപ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്തിടണം. അതായത് നമുക്ക് 34-36 വീക്സ് അതിനുള്ളിൽ നമ്മൾ നമുക്കടുത്തുള്ള നമുക്കിഷ്ടപ്പെട്ട ഏതാണോ ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മുടെ പേരും മറ്റ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടാൽ മാത്രമാണ് നമ്മുടെ ഡെലിവറിയുടെ ടൈം ആകുമ്പോൾ ഒരു അപ്പോയിൻമെൻറ്റും കൂടാതെ നമുക്ക് ആ ഹോസ്പിറ്റലിലോട്ട് നേരിട്ട് പോയി അവിടെ നമ്മുടെ ഡെലിവറി നടത്താൻ പറ്റുള്ളൂ. ഇനി ചില കേസിൽ വരുമ്പോൾ നമ്മളോട് നമ്മുടെ ഗൈനക്കോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്യും. അതായത് നിങ്ങൾ ഇന്ന ഹോസ്പിറ്റൽ, അതായത് ഇവിടുത്തെ ഊണിക്ലിനിക്കിൽ തന്നെ പോകണം അല്ലെങ്കിൽ ഇന്ന ഹോസ്പിറ്റലിൽ തന്നെ പോകണം എന്ന് പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നമ്മൾ അവർ പറയുന്ന സമയത്ത് പോയി രജിസ്റ്റർ ചെയ്തിടേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്, ഹോസ്പിറ്റലിൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഷുറൻസ് കാർഡും നമ്മുടെ മുട്ടർ പാസും. നമ്മൾ ഹോസ്പിറ്റലിലോട്ട് ഡെലിവറിക്ക് എപ്പോൾ വേണമെങ്കിലും അല്ലെങ്കിൽ സ്കാനിങ്ങിനോ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ നമ്മൾ മറക്കാതെ ഉറപ്പായിട്ടും കയ്യിൽ കരുതേണ്ട 2 കാര്യങ്ങളാണ് ഇൻഷുറൻസ് കാർഡും പിന്നെ മുട്ടർ പാസും. ഇനി എന്താണ് ഈ മുട്ടർ പാസ്? മുട്ടർ പാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബുക്കാണ് കേട്ടോ. ആ ബുക്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ തൊട്ട്, അതായത് നമ്മുടെ ഡ്യൂ ഡേറ്റ് വരെ നമ്മളിവിടെ സ്കാനിങ്ങിനും മറ്റ് ചെക്കപ്പിനൊക്കെ പോകുന്നത് നമ്മുടെ ഗൈനക്കോളജിസ്റ്റിൻ്റെ ക്ലിനിക്കിലായിരിക്കും. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ആ ഡോക്ടർ ചെയ്യുന്ന സ്കാനിങ്ങിൻ്റെ എല്ലാ റിസൾട്ടും അതേപോലെ അവിടെ നമ്മൾക്ക് വേണ്ടി ചെയ്യുന്ന ടെസ്റ്റുകളുടെ എല്ലാ റിസൾട്ടും അവർ നോട്ട് ചെയ്ത് വെക്കുന്നത് ഈ ഒരു മുട്ടർ പാസിലായിരിക്കും. അപ്പോൾ ഈ ബുക്കാണ് നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ ഹോസ്പിറ്റലിലോട്ട് ഡെലിവറിക്കായിട്ട് പോകുമ്പോൾ എടുക്കേണ്ടത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെലിവറിക്കായിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടുത്തെ ഡോക്ടർ ഈ ബുക്ക് നോക്കിയിട്ടായിരിക്കും നമ്മുടെ കണ്ടീഷനുകൾ, അതായത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് അവർ അറിയുന്നത്. അതുകൊണ്ട് മുട്ടർ പാസ് എന്തായാലും നമ്മൾ മറക്കാതെ എടുക്കണം. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇൻഷുറൻസ് കാർഡ്. ഇൻഷുറൻസ് കാർഡും മുട്ടർ പാസും നമ്മൾ മറക്കാതെ ബാഗിൽ പാക്ക് ചെയ്യണം. ഇനി അടുത്തത് നമ്മൾ എന്തൊക്കെ ബാഗിൽ പാക്ക് ചെയ്യണം. ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 34ാമത്തെ ആഴ്ച ആയപ്പോൾ തന്നെ നമ്മുടെ ബാഗിൽ എല്ലാ ഐറ്റംസ്, അതായത് ഷോപ്പിംഗ് ചെയ്ത് തുടങ്ങിയായിരുന്നു. കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ ഷോപ്പിംഗ് ചെയ്ത് തുടങ്ങിയായിരുന്നു. ആ ഒരു ടൈമിൽ നമുക്ക് ആരും കൂടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ മാത്രമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആരെങ്കിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീക്ക് ആകുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഷോപ്പിംഗൊക്കെ തുടങ്ങി വെക്കുന്നതാണ് നല്ലത്. കാരണം ഈ ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. നമ്മളെപ്പോൾ വേണമെങ്കിലും ഹോസ്പിറ്റലിൽ പോകാൻ റെഡി ആയി നിൽക്കണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ബാഗ് പാക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു 36 വീക്സിനുള്ളിൽ തന്നെ ബാഗ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഞാൻ ആ ഒരു ടൈമിൽ 34 വീക്സ് ആയപ്പോൾ തന്നെ ഞാൻ ബാഗ് പാക്ക് ചെയ്തിരുന്നതിൽ ഞാൻ ഷോപ്പിംഗ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എനിക്ക് വേണ്ട ഡ്രസ്സും പിന്നെ കുട്ടിക്ക് വേണ്ട ഡ്രസ്സുമാണ്. അതായത് എനിക്കിപ്പോൾ ഫീഡിങ്ങിന് ടൈപ്പായിട്ടുള്ള ഇപ്പോൾ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ഞാൻ കൂടുതലും വാങ്ങിച്ചിരുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടുത്തെ ഷോപ്പുകളിൽ നിന്നൊന്നും അധികം കിട്ടിയിരുന്നില്ല. ഇപ്പോൾ CNA അതേപോലെ H&M ഇവിടെയൊക്കെ ഞാൻ നോക്കിയായിരുന്നു. പക്ഷേ എനിക്കത് ഓൺലൈനൊക്കെ ആയിട്ടാണ് അവർ പറഞ്ഞിരുന്നത്. ഓൺലൈൻ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയിരുന്നില്ല. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞാനിവിടുന്ന് ഷീനിന്നാണ് വാങ്ങിച്ചിരുന്നത്. ഷീനിന്നും ടെമൂലൊക്കെ നമുക്ക് അതിനുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീഡിങ് ഡ്രസ്സുകൾ അതിൽ നിന്ന് കിട്ടും. അതേപോലെ നേഴ്സിംഗ് ബ്രാ പിന്നെ അണ്ടർ ഗാർമെൻറ്റ്സ് ഇതൊക്കെ ആവശ്യത്തിന് നമ്മൾ വാങ്ങിച്ച് വയ്ക്കുക. പിന്നെ നമുക്ക് ആവശ്യം വരുന്നത് ടവലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഹോസ്പിറ്റലിൽ നമുക്ക് ടവലൊക്കെ കിട്ടുമെങ്കിലും ഞാൻ ടവൽ എടുത്തായിരുന്നു. എനിക്ക് എൻ്റേതായ നമുക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ടവൽ ആവശ്യമാണെങ്കിൽ ടവൽ എടുക്കുക. അതേപോലെ ഇപ്പോൾ നമ്മുടെ മുടി കെട്ടാനൊക്കെ ആയിട്ട് കോമ്പ്, അതേപോലെ മോയ്സ്ചറൈസിങ് ക്രീം വേണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ വിൻ്റർ സീസണൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വിൻ്റർ ആയാലും സമ്മർ സീസൺ ആയാലും മോയ്സ്ചറൈസിങ് ക്രീമും അതേപോലെ ലിപ് ബാം പിന്നെ കോമ്പ് പിന്നെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സെറം അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെക്കുക. ഇതൊക്കെ നമുക്ക് നമ്മുടെ അത്യാവശ്യത്തിനായിട്ട് പാക്ക് ചെയ്യാനായിട്ടുള്ള കുഞ്ഞു ബോട്ടിൽസൊക്കെ DM ഷോപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടെയുള്ള ടെഡി, കിക്ക് അല്ലെങ്കിൽ വുൾവർത്ത് ഇങ്ങനത്തെ ഷോപ്പുകളിൽ നിന്നൊക്കെ നമുക്ക് ആ ചെറിയ ബോട്ടിൽസ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ച് അതിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ സമ്മർ സീസൺ ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആ ഒരു ടൈമിലാണ് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ചൂടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല കോട്ടൺ ടൈപ്പ് ഡ്രസ്സുകൾ എടുത്ത് വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്.
പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിൻ്റർ സീസൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തണുപ്പ് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലും സ്വെറ്റ് ഷർട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ നമുക്ക് തുറക്കാൻ പറ്റുന്ന അങ്ങനെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള എന്തെങ്കിലും ജാക്കറ്റ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കരുതാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അതേപോലെ വിൻ്റർ സീസൺ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തന്നെ വേണ്ട സോക്സും പിന്നെ ഹോസ്പിറ്റലിൽ ഇടാനായിട്ടുള്ള സെപ്പറേറ്റ് സാൻഡിൽസൊക്കെ നമുക്ക് കരുതാവുന്നതാണ്. ഞാനിപ്പോൾ സമ്മറിലായതുകൊണ്ട് കോട്ടൺ ഡ്രസ്സുകളും അതേപോലെ ഹോസ്പിറ്റലിൽ ഇട്ട് നടക്കാൻ പറ്റിയൊരു ചെരുപ്പൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അവർ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള സാനിറ്ററി പാഡ് തരും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന പോലത്തെ ലെങ്ത്ത് കുറവായിരിക്കില്ല, അത് ഇത്രയും നീളത്തിലുള്ളതായിരിക്കും തരാം. അപ്പോൾ അത് നിങ്ങൾ വാങ്ങിക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഇപ്പോൾ ഒരു 2-3 പാക്കറ്റ് വീട്ടിൽ വാങ്ങിച്ച് വെക്കുക. ഹോസ്പിറ്റലിലോട്ട് അത് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉള്ളതും നല്ല കട്ടിയുള്ളതുമായിട്ടുള്ള പാഡ് അവർ തന്നെ നമുക്ക് തരും. അതേപോലെ ഇപ്പോൾ നോർമലായാലും സിസേറിയനായാലും ഡെലിവറി കഴിഞ്ഞിട്ട് ഇടാനുള്ള എന്താ പറയുക അണ്ടർ ഗാർമെൻറ്റ് അവർ തരും. അവർ തരുന്നത് ശരിക്കും അണ്ടർവെയർന്ന് നമുക്ക് പറയാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയൊരു എന്താ പറയുക ബോക്സർ പോലെ, എനിക്കതിനെ അറിയില്ല അത് എങ്ങനെയാണെന്നുള്ളത്. നെറ്റ് പോലത്തെ ഒരു ഐറ്റമാണ്. ആക്ച്വലി ആ ഒരു ടൈമിൽ ഇപ്പോൾ സിസേറിയനൊക്കെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിലും നോർമലാണെന്നുണ്ടെങ്കിലും സ്റ്റിച്ചിൻ്റെ ഒക്കെ ഒരു ഇത് കാരണം അത്രയും ടൈറ്റ് ആയിരിക്കില്ല, അത് എലാസ്റ്റിക് ആയിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് അവർ ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്ത ആ ഒരു അണ്ടർവെയറാണ് കേട്ടോ. അപ്പോൾ അതാണ് നല്ലത്. അത് തന്നെയാണ് അവർ നമുക്ക് ഇട്ട് തരുകയും ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഒരു 2-3 ദിവസം കഴിഞ്ഞ് സ്റ്റിച്ചൊക്കെ ഒരുവിധം റെഡി ആയി കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് തിരിച്ച് വരുന്ന സമയത്താണ് നമുക്ക് നമ്മൾ കൊണ്ടുപോയി അണ്ടർവെയർ ഇട്ട് വരേണ്ട ആവശ്യമുള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് പറഞ്ഞത്, എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. പക്ഷേ നമ്മൾ ആ സമയത്ത് ടൈറ്റായിട്ടുള്ള സംഭവങ്ങൾ ഇടാണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അവർ തരുന്ന ആ ഒരു അണ്ടർവെയർ നമ്മൾ ഇടുക. അതേപോലെ അവിടുന്ന് നമുക്ക് അവർ പാഡ് തരും, അപ്പോൾ അത് ഉപയോഗിച്ചാൽ മതി. വേറെ എക്സ്ട്രാ നമ്മൾ കൈ പിടിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഹോസ്പിറ്റലിലോട്ട് നമ്മൾ നമ്മുടെ പ്രഗ്നൻസി പില്ലോയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫീഡിങ് പില്ലോ ഇതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഹോസ്പിറ്റലിൽ ലേബർ റൂമിൽ ഈ ഐറ്റംസ് അല്ലാതെ ഉണ്ടായിരിക്കും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കുക, അവർ നമുക്ക് തരും. അല്ലാതെ തന്നെ അവർ നമുക്ക് ചിലപ്പോൾ തരും. ഇനിയിപ്പോൾ തന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സംഭവം എവിടെ ഉണ്ടോ എന്ന് നമ്മൾ ചോദിച്ചാൽ മതി. അപ്പോൾ എടുക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5-6 എന്താ പറയുക ഫീഡിങ് ഡ്രസ്സും അതേപോലെ ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലോട്ട് വരുമ്പോൾ എടുക്കാനുള്ള നല്ലൊരു എന്താ പറയുക ഡ്രസ്സ് എടുക്കുക. പിന്നെ സാൻഡിൽസ് എടുക്കുക, വിൻ്റർ ആണെന്നുണ്ടെങ്കിൽ സോക്സ് എടുക്കുക, അതേപോലെ ജാക്കറ്റ് എടുക്കുക. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേഴ്സിംഗ് ബ്രാസ് എടുക്കുക, അണ്ടർവെയർ വീട്ടിലോട്ട് ഇട്ട് വരാനുള്ളതും പിന്നെ അവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ട വരുമ്പോൾ അതായത് ഇപ്പോൾ ചെന്ന വഴി തന്നെ ഡെലിവറി നടന്നില്ല എന്നുണ്ടെങ്കിൽ 2-3 ദിവസത്തേക്കൊക്കെ ഇടേണ്ടി വരുള്ളൂ. അതിനനുസരിച്ചുള്ള കുറച്ച് അണ്ടർവെയറൊക്കെ നമ്മൾ എന്താ പറയുക പാക്ക് ചെയ്യുക. ഇനി കുട്ടിക്ക് എന്തൊക്കെ ഡ്രസ്സുകളാണ് നമ്മൾ വാങ്ങിച്ച് വെക്കേണ്ടത്? ഇപ്പോൾ കുട്ടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ജനിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവരുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഫുൾ ബോഡി ലെങ്ത്ത് എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്റർ ആയിരിക്കും. ചിലപ്പോൾ അതിനേക്കാളും കുറവായിരിക്കും, ചിലപ്പോൾ അതിനേക്കാളും കൂടുതലായിരിക്കാം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും നോർമലി 50, 48, 40 ആ ഒരു ലെങ്ത്തിലായിരിക്കും ചിലപ്പോൾ കുട്ടികൾ വരുന്നത്. അപ്പോൾ ഇവർക്ക് വാങ്ങിക്കുന്ന ഡ്രസ്സുകളും ഇവർക്ക് വാങ്ങിക്കുന്ന മറ്റെന്ത് കാര്യങ്ങളായാലും നമ്മൾ സൈസ് എപ്പോഴും ശ്രദ്ധിക്കാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനിക്കുന്ന സമയത്ത് ഇപ്പോൾ 50 ആയിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മാസം കഴിയാറാകുമ്പോഴേക്കും ചിലപ്പോൾ അവർ 56 അല്ലെങ്കിൽ 52, എനിക്കത് എത്രയാണെന്നുള്ളത് ഓർമ്മയില്ല. പക്ഷേ ആ ഒരു ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോന് 4 മാസം ആവണം. അവൻ്റെ സൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 62 ആണ്. അപ്പോൾ ഇവരുടെ ഓരോ മാസം കഴിഞ്ഞതിനനുസരിച്ച് സൈസിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഡ്രസ്സുകൾ വാങ്ങിച്ചാൽ മതി. അതായത് 52ൻ്റെയും 56ൻ്റെയും ഇപ്പോൾ ആദ്യത്തെ ഒരു മാസത്തേക്കുള്ള ആ ഒരു സൈസിലുള്ള ഇപ്പോൾ ഒരു 5 ജോഡി ഡ്രസ്സ് എങ്ങാനും വാങ്ങിച്ച് വെക്കാം. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ പിന്നെ വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ. അതേപോലെ തന്നെയാണ് ഡൈപ്പർ ഇവർ ജനിക്കുന്ന സമയത്ത് ഇവരുടെ സൈസ് 0 സൈസാണ് ഡൈപ്പർ വേണ്ടത്. അത് കഴിഞ്ഞ് ഒരു മാസം കഴിയാറാകുമ്പോഴേക്കുമാണ് സൈസ് 1 നമുക്ക് ആവശ്യം വരാം. അതേപോലെ ഹോസ്പിറ്റലിലോട്ട് നമ്മൾ ഡൈപ്പർ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കുട്ടിക്ക് ആവശ്യമായിട്ട് ഡൈപ്പർ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഡൈപ്പർ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതേപോലെ വെറ്റ് വൈപ്സും നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇതെല്ലാതും വീട്ടിൽ വാങ്ങിച്ചു വെച്ചാൽ മതി. ഇനി ഹോസ്പിറ്റലിലോട്ട്
ഡ്രസ്സുകൾ കൊണ്ടുപോകേണ്ട ആവശ്യവും വരുന്നില്ല. കാരണം ഹോസ്പിറ്റലിൽ നമ്മുടെ റൂമിൽ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സുകളും അതേപോലെ ഡൈപ്പറും വെറ്റ് വൈപ്സും പിന്നെ എന്താ പറയുക കോട്ടൺ പാഡ്സും എല്ലാതും അവർ ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഇതൊന്നും നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഡിസ്ചാർജായി വീട്ടിലോട്ട് വരുന്ന സമയത്ത് കുട്ടിക്ക് ഉടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഡ്രസ്സ് നമ്മൾ നല്ല ഡ്രസ്സ് വാങ്ങിച്ച് വയ്ക്കുക. പിന്നെ ഇപ്പോൾ സമ്മറാണെന്നുണ്ടെങ്കിൽ ജാക്കറ്റിൻ്റെ വലിയ ആവശ്യമില്ല. എന്നാലും ഒരു ക്യാപ്പും പിന്നെ കുറച്ച് സോക്സൊക്കെ വാങ്ങിച്ച് ഞാൻ ഇവിടെ വെച്ചിരുന്നു. അത് ആവശ്യം വന്നായിരുന്നു. ക്യാപ്പ് ആവശ്യം വന്നായിരുന്നു. കാരണം എപ്പോഴാണ് തണുപ്പ് വരാം, എപ്പോഴാണ് മഴ പെയ്യുക, എപ്പോഴാണ് നല്ല കാറ്റുണ്ടാവാമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ക്യാപ്പ് എനിക്ക് യൂസ്ഫുള്ളായി. ഈവൻ സമ്മർ ആയാൽ പോലും സ്കൾ ക്യാപ്പ് എനിക്ക് ആവശ്യം വന്നായിരുന്നു. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ആവശ്യം വരുന്നത് ഒരു ടവല്, ബാത്തിങ് ടവല് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതേപോലെ ഒരു ബ്ലാങ്കറ്റ് ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്നു. ഇത് രണ്ടും നമുക്ക് എന്തായാലും ആവശ്യം വരും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കോട്ടൻ്റെ ടൈപ്പ് തുണികളുണ്ട്. അത് നമുക്കിവിടെ സീമാൻ അതേപോലെ പിന്നെ ഇവിടെ എല്ലാ കടയിലും അത് കിട്ടും. അല്ലെങ്കിൽ ഷീനിന്നായാലും നമുക്ക് കിട്ടും. പിന്നെ അവരുടെ ഫേസ് തുടയ്ക്കാൻ മാത്രമായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണികളും ഞാനിവിടെ വാങ്ങിച്ചു വെച്ചിരുന്നു. ഷീനിന്ന് തന്നെയാണ് വാങ്ങിച്ചു വെച്ചത്. അതിൻ്റെ പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഡിസ്ക്രിപ്ഷനും ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കത് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കുട്ടികൾക്ക് ആവശ്യമായിട്ട് വരുന്നത്. പിന്നെ അവർക്ക് പ്രത്യേകിച്ച് ക്രീമുകളൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല. ഇത്ര മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് ക്രീമൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ പിന്നെ എന്തെങ്കിലും നല്ല ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർമാർ എന്തെങ്കിലും ക്രീമുകൾ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അല്ലാത്ത പക്ഷം നമ്മൾ കുട്ടികൾക്ക് ക്രീമൊന്നും തേക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇവർക്ക് ഞാനിവിടെ 2 പേർക്കും യൂസ് ചെയ്തിട്ടുള്ളത് കോക്കനട്ട് ഓയിലാണ്. നമുക്കിവിടെ DM ഷോപ്പിൽ കോക്കനട്ട് ഓയിൽ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചിട്ടാണ് ഞാൻ അവരുടെ 2 പേരും കുളിപ്പിക്കാറ്. അപ്പോൾ അത് നമുക്ക് വാങ്ങിച്ച് വയ്ക്കാവുന്നതാണ്. കോക്കനട്ട് ഓയിൽ വാങ്ങിച്ച് വയ്ക്കാം. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സോപ്പ് യൂസ് ചെയ്യുന്നത് പെനാറ്റിൻ്റെ തന്നെ സോപ്പ് നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും DM ഷോപ്പിൽ നിന്ന്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ച് വെക്കാവുന്നതാണ്. ഇതൊന്നും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണ്ട, ഞാൻ വാങ്ങിച്ച് വെക്കാനുള്ളതാണ് കേട്ടോ പറഞ്ഞത്. ഹോസ്പിറ്റലിലോട്ട് കുട്ടികൾക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി തിരിച്ച് വരുമ്പോൾ ഇടാനായിട്ടുള്ള ഒരു നല്ല ഡ്രസ്സും പിന്നെ വേണം എന്നുണ്ടെങ്കിൽ ഒരു 2 ജോഡി അല്ലെങ്കിൽ ഒരു 3 ജോഡി ഡ്രസ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ പാക്ക് ചെയ്യാം. ആവശ്യം വരില്ല, എന്നാലും നിങ്ങൾക്ക് പാക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ സ്കൾ ക്യാപ്പ് അവർക്ക് ആവശ്യമായിട്ട് വരുന്നത് പാക്ക് ചെയ്ത് വയ്ക്കാം. പിന്നെ വേണമെങ്കിൽ ബ്ലാങ്കറ്റ് എടുക്കാവുന്നതാണ്. അവരെന്തായാലും ഹോസ്പിറ്റലിൽ എന്തായാലും കുട്ടീനെ കുളിപ്പിക്കാൻ പോകുന്നില്ല. കുട്ടിയുടെ എന്താ പറയുക അംബ്ലിക്കൽ കോഡ് പോയതിന് ശേഷം മാത്രമാണ് കുളിപ്പിക്കുക. അതൊക്കെ വീട്ടിൽ വന്നതിന് ശേഷം മാത്രമാണ്. ഹോസ്പിറ്റലിൽ കുളിപ്പിക്കലൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ടവലിൻ്റെ ഒന്നും ആവശ്യമില്ല, കുട്ടിയുടെ ടവൽ എടുക്കേണ്ട ആവശ്യമില്ല. ബ്ലാങ്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. കാരണം കുട്ടീനെ വീട്ടിലോട്ട് തിരിച്ച് കൊണ്ടുവരുന്ന സമയത്ത് നമുക്കിപ്പോൾ കാർ സീറ്റിൽ വിരിക്കണം അല്ലെങ്കിൽ കുട്ടിയുടെ മേത്തിടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ബ്ലാങ്കറ്റ് എടുക്കാവുന്നതാണ്. അതേപോലെ കുട്ടിക്ക് വാങ്ങിച്ച് വെക്കേണ്ട വേറൊരു കാര്യമാണ് സ്ലീപ്പിംഗ് ബാഗ്. സ്ലീപ്പിംഗ് ബാഗ് വാങ്ങിക്കുമ്പോഴും നമ്മൾ സൈസ് ശ്രദ്ധിക്കുക. കുഞ്ഞ് സൈസിൻ്റെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഒരു 6 മാസം ഒരു 0 to 6 months ഒരു സ്ലീപ്പിംഗ് ബാഗും പിന്നെ വേണമെങ്കിൽ 12 months വേറൊരു സ്ലീപ്പിംഗ് ബാഗായിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ച് വെക്കേണ്ടതാണ്. അപ്പം ഞാൻ ഈ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വാങ്ങിച്ച് വെക്കേണ്ട കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്, പിന്നെ പാക്ക് ചെയ്യേണ്ട കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അങ്ങനെ പറയുന്നതാണ്. നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചോളോ. അതേപോലെ നമ്മൾ ഹോസ്പിറ്റൽ ബാഗിൽ പാക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് നമുക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് നമ്മൾ പാക്ക് ചെയ്യേണ്ടതാണ്. കാരണം ഹോസ്പിറ്റലിൽ അവർ ഫുഡ് തരുന്ന ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു 8 മണിക്ക് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് തന്നിട്ട് പോകും. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് 12 മണിക്കായിരിക്കും ലഞ്ച് കൊണ്ടുവരുന്നത്. ഡിന്നർ 5 മണി 6 മണിയാകുമ്പോഴേക്കും അവർ ഡിന്നറും നമുക്ക് തരും. അതും ബ്രെഡും ഐറ്റംസൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് എന്തായാലും വിശക്കും. ഞാനൊക്കെ ആ സമയത്ത് നല്ലപോലെ വിശന്നിട്ടിരുന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ടൈമിൽ കഴിക്കാൻ പറ്റുന്ന ഇപ്പോൾ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഡേറ്റ്സ്, ഞാനൊക്കെ കൊണ്ടുവരുന്നത് ഡേറ്റ്സും, എനിക്ക് ഷുഗറിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഡേറ്റ്സും പിന്നെ ബനാന അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ഐറ്റംസ് അല്ലെങ്കിൽ കുറച്ച് സ്നാക്സ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ബാഗിൽ പാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നമുക്കിങ്ങനെ ആവശ്യം വരുന്ന കുറച്ച് ഡ്രസ്സുകളും പിന്നെ കുട്ടിക്ക് ആവശ്യം വരുന്ന എന്താ പറയുക 2-3 ഡ്രസ്സുകളും ടവല് പിന്നെ ഷേവിങ് സെറ്റ് വേണമെങ്കിൽ ഒരെണ്ണം. നമ്മളിപ്പോൾ സിസേറിയൻ്റെ ടൈം ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരെന്താ പറയുക കട്ട് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് നമ്മുടെ നേഴ്സാണ് വന്ന് ക്ലീൻ ചെയ്ത് തന്നത്. അല്ല നോർമലിനൊക്കെ മുന്നേ നമ്മളിവിടെ ഹോസ്പിറ്റലിൽ പോണേക്കാൻ മുമ്പ് നമ്മൾ തന്നെ ഷേവ് ചെയ്ത് പോകുന്നതാണ് നല്ലത്. അവിടെ അത് അവർ ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ചെയ്യുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും അവർ ചെയ്തു തരില്ല. അപ്പോൾ നമ്മൾ തന്നെ ഷേവിങ്ങും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തു പോകുന്നതാണ് നല്ലത്. പിന്നെ അപ്പം ഇത്രയ്ക്ക് തന്നെയുള്ളൂ. മോട്ടോർ പാസും ഇൻഷുറൻസ് കാർഡാണ് മെയിൻ. പിന്നെ ആവശ്യത്തിന് വേണ്ട ഫീഡിങ് ഡ്രസ്സുകളും ബേബിക്ക് ആവശ്യമായിട്ട് വരുന്ന ടവലല്ല ഡ്രസ്സുകളും
അങ്ങനത്തെ കുറച്ച് ഐറ്റംസും, പിന്നെ കുട്ടീനെയൊക്കെ തിരിച്ച് കാറിലാണ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കാർ സീറ്റ് വേണം. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ കമൻറ്റിൽ നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും